ഒരു മന്ത്രിക്ക് ഭക്ഷണം കൊടുത്തതിന് ഒരു പാർട്ടി പ്രവർത്തകനെ പുറത്താക്കിയിരിക്കുകയാണ് CPI-യിൽ. ഗംഭീര പാർട്ടിയാണ് കേട്ടോ CPI. ഒരു മനുഷ്യന് ഭക്ഷണം കൊടുത്ത് അയാൾ മന്ത്രി അല്ലാത്തവനായിക്കോട്ടെ, ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ പിടിച്ച് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഏത് പാർട്ടിയാണെന്ന് ആലോചിക്കുന്നത്. ഇത് CH മേനോൻ്റെയും M ഗോവിന്ദനാരെയും TV തോമസിൻ്റെയും PK വാസുദേവൻ്റെയൊക്കെ പാർട്ടിയായിരുന്നു, NE ബലറാമിൻ്റെ KV സുരേന്ദ്രൻ്റെയൊക്കെ പാർട്ടിയായിരുന്നു ഒന്നാണ്. മാനുഷികത്വത്തിൻ്റെ അങ്ങേ അറ്റമുള്ള മാനുഷിക നിൽക്കുന്ന മനുഷ്യരുടെ പാർട്ടിയിൽ ഒരു നേരത്ത് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ പിടിച്ച് പുറത്താക്കുക എന്ന് പറഞ്ഞാലേ. അതായത് കൊടുങ്ങല്ലൂർ MLA കൂടിയായിട്ടുള്ള OJ ജനീഷ് മന്ത്രി OJ ജനീഷിനാണ് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു സ്റ്റേഷനിൽ കണ്ടുള്ളത് സാധാരണ പാർട്ടി പ്രവർത്തകൻ, സൗമ്യനായ ഒരു പാർട്ടി പ്രവർത്തകൻ. അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞു, നമ്മുടെ നാട്ടിലെ പയ്യൻ മന്ത്രിയല്ലയോ, ഒരു വിരുന്ന് കൊടുക്കാം. അപ്പൊ അദ്ദേഹം ഒരു വിരുന്നം കൊടുത്തു. അദ്ദേഹത്തിന്റെ മകനാ പറഞ്ഞു, ഗൾഫിലാ. ഇവരൊക്കെ എന്തോ ഒന്നിച്ച് അറിയാവുന്നതൊക്കെയാ. നമുക്ക് ജനീഷിന് ഒരു വിരുന്ന് കൊടുത്തേക്കാം. ജനീഷിനെ അറിയാമല്ലോ, ജനീഷ് ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട് വളരെ സാധാരണക്കാരിൽ സർവ്വസാധാരണക്കാരനായിട്ടുള്ള ജനീഷിന് അദ്ദേഹത്തിന് എന്നാ പിന്നെ ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് മാത്രമല്ല, ഇവരുടെ പാർട്ടിക്കാർക്കും ഉണ്ടായിരുന്നു. ഈ കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാവർക്കും അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് നാട്ടിൽ പറയുന്ന ഈ അബ്ദുൾ റഹ്മാനെ കുറിച്ച് ആരേലും പറഞ്ഞാൽ മതി, ഭയങ്കര സൽക്കാരപ്രിയനാണ്. പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പുള്ളിക്ക് ഭയങ്കര നല്ല മനസ്സാണത്. ഭക്ഷണം കൊടുക്കാൻ വലിയ മനസ്സുള്ള. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ പുള്ളിക്ക് ഒരു കത്ത് വരികയാണ് ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ. നിങ്ങൾ ഇന്ന പോലെ മന്ത്രിയെ വിളിച്ച് നിങ്ങൾ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ്. ഒരുത്തൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ്. ഒന്ന് ആലോചിച്ചേ. നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്കറിയാം, എല്ലാ പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുക്കളാണ്. നമ്മുടെ വീട്ടിൽ ആരെല്ലാം വന്ന ഭക്ഷണം കഴിച്ചിട്ട് വേണം. അതെ. ഇപ്പം ഞാൻ പറയാം, അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മുടെ ഒരു മുനിസിപ്പൽ കൗൺസിലാണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ഒരു മുനിസിപ്പൽ കൗൺസിൽ. ഈ മുനിസിപ്പൽ കൗൺസിലിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ ഒരു ബർത്ത്ഡേ ആഘോഷം നടക്കുന്ന കുട്ടിയുടെ ആദ്യം ആ കൗൺസിലുള്ള മുഴുവൻ ആൾക്കാരെയും വിളിക്കുന്നത്. അതിനകത്ത് CPM-കാരനുണ്ടാവും, BJP-കാരനുണ്ടാവും, SDP ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം വിജയരാഘവന്റെ വിഷയത്തിലും ഉണ്ടായത്. അല്ല, മാത്രമല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ CPI നേതാക്കന്മാരാണെങ്കിലും വീട്ടിലെ കല്യാണത്തിന് കോൺഗ്രസ് വിളിക്കത്തില്ല. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ഇയാളെ ഈ പാർട്ടി നിന്ന് പുറത്താക്കൂല്ലേ? ഇതൊരുമാതിരി ഊരുവിലക്കല്ലേ? ഊരുവിലക്ക്. സത്യത്തിൽ ഇതൊരു ഊരുവിലക്ക്. എനിക്ക് തോന്നുന്നത് വലിയാട്ടിന് പഠിക്കുകയാണെന്നുണ്ട്. CPM-കാര് പലത് ഇങ്ങനത്തെ ഈ മാസ് പരിപാടിയും കാണിക്കുമ്പോൾ നമ്മളൊരു മാസ് കാണിക്കാന്ന് വിചാരിച്ചു. മോശമാണിത്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഇത്ര അയിത്തം ഒരിക്കലുമില്ല. അവർ മാറിപ്പോയി, അവർ കാലം മാറിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പൊ ഇവർ തോറ്റ തുന്നാൻ പാടി ഇങ്ങനെ തറമട്ടം കിടക്കുന്നത്. അതാണ് രസം. അപ്പൊ ഈ ജനീഷ് അവസാനം പറഞ്ഞു, അദ്ദേഹത്തെയും കുടുംബത്തെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സ്ഥിതിക്ക് അവർ കോൺഗ്രസിൽ വന്നാൽ ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കാം, ഒരു കോൺഗ്രസിലോട്ട് പോകട്ടെ. അദ്ദേഹം ഈ പുറത്താക്കപ്പെട്ട ആളും ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ്. ഇതെന്ത് കളിയാന്നാ ചോദിക്കും. അല്ല, മാത്രമല്ല ഒരു കാര്യം CPI നേതാക്കന്മാർ ഓർക്കണം. പലർക്കും പുതിയ ആൾക്ക് ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. CPI എത്രയോ വർഷം കോൺഗ്രസിന്റെ ഘടകകക്ഷിയായിരുന്നു. അതെ, അടിയന്തരാവസ്ഥ കാലത്ത് ഇതിനകത്ത് ഏറ്റവും റെലവൻ്റ് ആയ പോയിന്റ് അതാണ്. പിന്നെ CPI ഇപ്പോഴും വേണേലും എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ വലതുപക്ഷമാണ് CPI എന്ന് പറയുന്നത്, അല്ലേ? അതിനകത്ത് ഏറ്റവും നല്ല നേതാക്കൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് CPI. അതെ, ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് CPI. ഇപ്പോഴും അതിനകത്ത് നല്ല നേതാക്കന്മാരുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഈ പ്രസാദ് ആരുടെയൊക്കെ വീടുകളിൽ പോകുന്നു, എവിടെ നിന്നൊക്കെ കഴിക്കും. അതെല്ലാം അങ്ങ് പോട്ടെ. ഈ അബ്ദുൾ റഹ്മാൻ ചോദിക്കുന്നുണ്ട്, ഇതിനേക്കാൾ വലിയ പാർട്ടി വിരുദ്ധരെ വിളിച്ചോണ്ട് പോയി വിരുന്ന് കൊടുത്തവന്മാര് പിന്നെ കൊടുങ്ങല്ലൂരിലെ CPI-യിലുണ്ട്. മാത്രമല്ല ഈ വലിയ വൻകിട വ്യവസായികൾ, പ്രവാസി വ്യവസായികൾ അവരെ വീട്ടിൽ വിരുന്നിന് വിളിച്ചാൽ എല്ലാവരെല്ലാം കൂടെ ക്യൂ ഒന്നും അടച്ചില്ല. എല്ലാവരും കൂടെ കൂട്ടത്തിൽ അവരെ വീട്ടിൽ കല്യാണത്തിനും എല്ലാത്തിനും. ഈ എതിർ പാർട്ടിക്കാരെയും തങ്ങളെ എതിർക്കുന്നവരെയും വർഗശത്രുക്കളായി കാണുന്ന നയം CPM-ന് മാത്രമുള്ളതാണ്. അത് പക്ഷേ എങ്ങനെ ഈ CPI-ക്ക് വന്നു എന്നുള്ളതിന് അല്ലാതെ സംസ്ഥാന ഘടകം അന്വേഷിക്കണം എന്താണ് സംഭവിച്ചെന്നുള്ള. കാരണം ഇവരുടെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിൽ പൊതുവെ അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കാറില്ല. അദ്ദേഹത്തിന് ഈ ബൾഗേറിയയിലെ കാര്യം, ഉസ്ബെക്കിസ്ഥാനിലെ കാര്യം, അതല്ലെങ്കിൽ അന്റാർട്ടിക്കയിൽ മഞ്ഞുരുക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അദ്ദേഹം ഭയങ്കര അതല്ല ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം കുറിച്ച് ചിന്തിക്കില്ല. ഏതായാലും മാധ്യമപ്രവർത്തകന് കാണുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണം, ഇതെന്താണ് സംഭവിച്ചത്. ഒരു മനുഷ്യന് അയാൾ ആരോ ആയിക്കോട്ടെ, ഒരു മനുഷ്യന് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരെ പിടിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള ഇവിടുത്തെ രീതിയാണ്. അതാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. കോൺഗ്രസ് പാർട്ടിയിൽ ഇതുപോലെ ഇപ്പം ഈ പുറത്ത് പോയി അവിടെ കഴിച്ചില്ലേ, അങ്ങനെ കഴിച്ച മന്ത്രിയെ വേണം പുറത്താക്കാൻ. മന്ത്രിയെ പുറത്താക്കണ്ടേ? CPI-കാരൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ അതങ്ങ് പോട്ടെ. NDA-യുടെ നേതാവിനെ വീട്ടിൽ സ്വീകരിച്ച മുഖ്യമന്ത്രിയെ എന്തോ പറയണം. അതെ, NDA നേതാവ് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് വന്ന് കണ്ടു. അപ്പോൾ അതും ഈ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ നടപടി വരണ്ടേ? അല്ല, ഈ ഞാൻ പറയുന്നത് ഇപ്പോൾ നായനാരും ഈ K കരുണാകരനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ വീട്ടിൽ അവർ ചായ കുടിക്കില്ലായിരുന്നു. അവരെത്ര സൗഹൃദത്തിലായിരുന്നു എല്ലാവരും. അത് CPI നേതാക്കന്മാരെല്ലാവരും വളരെ ജനകീയന്മാരായിരുന്ന ആളായിരുന്നു. KV സുരേന്ദ്രൻ അതാണെങ്കിലും അതുപോലെ PKV ഇവരൊക്കെ എത്ര സൗമ്യന്മാരും നല്ല മനുഷ്യരായിരുന്നവരാണ്.
അവരൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഭക്ഷണം കഴിച്ചവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കൊടുത്തതിന് ഭക്ഷണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ കൊതിക്കറവ് എന്ന് കേട്ടിട്ടില്ല? കൊതിക്കറവ്. കൊതിക്കറവ്. ഈ കൊതിക്കറവാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ VR സുനിൽകുമാർ ആയിരുന്നല്ലോ കൊടുങ്ങല്ലൂരിലെ CPIയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ അദ്ദേഹം വർഷങ്ങളായിട്ട് CPIയുടെ മണ്ഡലമാണ് ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം തോറ്റുപോയതിൻ്റെ CPIയുടെ കയ്യിൽ നിന്ന് മണ്ഡലം പോയത് കൊണ്ടുള്ളൊരു കൊതിക്കറവാണോ? അങ്ങനെ ചിന്തിക്കാമോ നമ്മൾ? ഈ രാഷ്ട്രീയത്തിൽ ശത്രുമിത്രമൊന്നുമില്ല, എല്ലാവരും ഒന്നാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഇത് കമ്മ്യൂണിസ്റ്റുകാരന്മാരല്ല നമ്മൾ പറയേണ്ടി വരും. അല്ല, ഇപ്പൊ CPI എന്താണെങ്കിലും CPM-ന് പഠിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. വലിയ അതായത് ബിനോയ് വിശ്വത്തിന് ഇപ്പൊ ശരിക്കും കൊടുക്കുന്നുണ്ട് പാർട്ടി അണികൾ, പ്രവർത്തകർ കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട് ബിനോയ് വിശ്വത്തെ. കേട്ടില്ലായിരുന്നു? അതായത് ഈ വീണ വിജയന്റെ വീട്ടില് റെയ്ഡ് നടന്നതിന് നിങ്ങൾ എന്തിനാണ് അവർ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഒരുപാട് ഈ കാര്യത്തിൽ ഉണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഭയങ്കരമാണ്, ഈ ഊരുവിലക്ക് അത് ഒരു മനുഷ്യന്, നിങ്ങൾ മന്ത്രി എന്നുള്ള ആ ഒരു പേരങ്ങ് ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കുക ലോകത്ത് ഏറ്റവും വലിയ കാര്യമാണ്. അന്നദാനം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും മഹത്തായ. വിശന്ന് വലഞ്ഞ വന്ന എനിക്ക് ഒരു ചായ തന്നെ കാണിച്ച് പെൺകുട്ടിയുടെ മനസ്സുണ്ടല്ലോ എന്ന് തിലകൻ ചോദിക്കുന്നുണ്ട്. പ്രശസ്തമായ ഡയലോഗാണ് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമയിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഡയലോഗ്, രഞ്ജിത്ത് എഴുതിയ ഡയലോഗാണ്. അപ്പോൾ ആ വിശന്ന് വരുന്ന ഒരാൾ, അയാൾ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, ഇപ്പോൾ ഒരുത്തം മുങ്ങിച്ചാകാൻ പോവാ, അപ്പം നമ്മുടെ പാർട്ടിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ രക്ഷിക്കാതിരിക്കാൻ നോക്കും. നിങ്ങൾ ഏതാ പാർട്ടി? അത് ഞാൻ CPI ആണോ, അതിനെ ഞാൻ എടുക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ? എന്താണെങ്കിലും വളരെ ഈ CPIയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അതാണ് അത് വലിയ മഹത്തുക്കളുടെ ഉണ്ടായിരുന്ന അവരെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. അവർ ആരും തന്നെ മോശമായ ഭാഷയെ പോലും സംസാരിക്കില്ല എല്ലാവരും. പണ്ട് ഞാൻ ഗോപികൃഷ്ണനോട് PK ഇൻ്റർവ്യൂ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പിനെ കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചത്, പണ്ട് മത്സരം 50s. അപ്പം അദ്ദേഹം എതിർ സ്ഥാനാർത്ഥി കുഴപ്പക്കാരനായിരുന്നു, പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക്, എൻ്റെ എതിർ സ്ഥാനാർത്ഥി ജനാധിപത്യപരമായ കാര്യങ്ങളിൽ നിന്ന് വലിയ വിശ്വാസമുള്ള ഒരാളായിരുന്നില്ല എന്നാണ്. അത്ര സൗമ്യമായി അദ്ദേഹം സംസാരിക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടായിരുന്നു. ഇവർ അച്യുതമേനോൻ ഡയറക്കുറിപ്പ് വായിക്കണമായിരുന്നത്, അല്ലെങ്കിൽ കലാമതിൽ പണ്ട് വന്നില്ല, അത് പുസ്തകമാക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ ഇത്ര ലളിതമായ മുഖ്യമന്ത്രി എന്ന മനുഷ്യൻ ജീവിച്ചത് എന്നുള്ളത് അതൊന്നും മനസ്സിലാക്കാതെ ഒരു മന്ത്രിയായി പോയി എന്നൊരു അപരാധത്തിന് ഭക്ഷണം വിളിച്ച് വീട്ടിൽ കൊടുത്ത് തന്നെ നടപടി എടുക്കുക എന്ന് പറഞ്ഞ ഇവർ ഏത് ലോകത്താണ്? ഇവരെന്താണ് സഹോദരി എന്നൊക്കെയല്ലേ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റുകാർ സഹോദരന്മാരാണെന്നാണ് എല്ലാവരും. എന്തായാലും കൊച്ചേട്ടനും വലിയേട്ടനും പഠിക്കുകയാണ്. എന്തൊക്കെ അവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പാർട്ടിയും ആ ഒരു ലൈനിൽ പോവുകയാണെങ്കിൽ നാട്ടുകാർ കല്ലെറിയുന്ന കാലം ആളില്ല. ഒന്നാമതില്ല, നാട്ടുകാർ കല്ലെറിയുന്ന കാലം വിദൂരം.